ഗൾഫ് മണ്ണിൽ ആകാശത്തോളം വലിയ പ്രതീക്ഷകളുമായി വിമാനം കയറുന്ന ഓരോ പ്രവാസിയും നെഞ്ചിലേറ്റുന്നത് സ്വന്തം കുടുംബത്തിന്റെ പച്ചപിടിച്ച ഭാവി മാത്രമാണ്. എന്നാൽ വിധി വില്ലനായി എത്തുമ്പോൾ ആ സ്വപ്നങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ചാരമായി മാറും. ദുബായിലെ കാർ ഷോറൂമിലുണ്ടായ വാതക സിലിണ്ടർ സ്ഫോടനത്തിൽ കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ ഷിജിൻ പോൾ എന്ന 27കാരനായ യുവാവിന്റെ ജീവൻ പൊലിഞ്ഞ വാർത്ത പ്രവാസി മലയാളികളെ ഒന്നാകെ വിങ്ങലിലാക്കുകയാണ്. ജോലിയിൽ പ്രവേശിച്ച് ഏതാനും മാസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് ഷിജിന്റെ പ്രണയവും പ്രതീക്ഷകളും നിറഞ്ഞ ജീവിതം അപ്രതീക്ഷിതമായി അവസാനിക്കുന്നത്. കഴിഞ്ഞ നവംബറിലാണ് ഷിജിൻ ദുബായ് ഷെയ്ഖ് സായിദ് റോഡിലുള്ള പ്രമുഖ കാർ ഷോറൂമിൽ മൾട്ടിമീഡിയ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റായി ജോലിയിൽ പ്രവേശിക്കുന്നത്. സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യലും വീഡിയോഗ്രാഫിയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ചുമതലകൾ. സ്ഥാപനത്തിലെ ചെറിയ ടീമിൽ ഏവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ഷിജിൻ. പ്രൊഫഷണൽ മികവിനൊപ്പം വിനയപൂർവമായ പെരുമാറ്റം കൊണ്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സഹപ്രവർത്തകരുടെയും മാനേജ്മെന്റിന്റെയും വിശ്വസ്തനായി മാറാൻ ഷിജിന് സാധിച്ചിരുന്നു. എന്നാൽ അടുത്ത അവധിക്ക് നാട്ടിലെത്തുമ്പോൾ ഭാര്യയെയും കുഞ്ഞിനെയും കൂടെ ദുബായിലേക്ക് കൊണ്ടുവരണമെന്ന ആ കൊച്ചു സ്വപ്നം ബാക്കിയാക്കിയാണ് ഷിജിൻ മടങ്ങുന്നത്. ദുരന്തം നടന്ന ദിവസത്തെ സംഭവങ്ങൾ ദൃക്സാക്ഷിയായ സഹപ്രവർത്തകൻ ആബിദ് ഓർത്തെടുക്കുന്നത് നടുക്കത്തോടെയാണ്. ഷോറൂമിന് സമീപത്ത് പെട്ടെന്ന് തീപിടുത്തമുണ്ടായെന്ന വിവരം അറിഞ്ഞാണ് ജീവനക്കാർ പുറത്തേക്ക് ഓടിയെത്തിയത്. ഷോറൂമിന്റെ ഒരു കോണിനുള്ള ഗേറ്റിന് സമീപത്തു നിന്നാണ് തീ പടർന്നത്. സമീപത്തുണ്ടായിരുന്ന ഓട്ടോ സർവീസ് കമ്പനികൾക്ക് അരികിലായിരുന്നു തീപിടുത്തമെന്ന് അനുമാനിക്കുന്നു. വാർത്തയറിഞ്ഞ് പ്രദേശത്തെ മറ്റ് കടകളിൽ നിന്നുള്ള ആളുകളും തടിച്ചുകൂടി. പലരും ഭയന്നോടിയപ്പോൾ അവിടെയുണ്ടായിരുന്ന ചില ധീരരായ മനുഷ്യർ ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകൾ ഉപയോഗിച്ച് തീയണയ്ക്കാൻ കിണഞ്ഞു ശ്രമിച്ചു. ഷിജിനും ഈ പരിശ്രമത്തിൽ പങ്കാളിയായി. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടെയുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ആളുകൾ നാലുപാടും ചിതറിയോടി. ഗുരുതരമായി പരിക്കേറ്റ ഷിജിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സ്ഫോടനത്തിൽ മറ്റ് 5 പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. ഷിജിനെ തൊട്ടടുത്ത് തന്നെയാണ് താൻ നിന്നതെങ്കിലും പുകപടലങ്ങൾക്കും പരിഭ്രാന്തികൾക്കുമിടയിൽ സഹപ്രവർത്തകർ അപകടം സംഭവിച്ച വിവരം വൈകിയാണ് തിരിച്ചറിഞ്ഞെന്ന് ആബിദ് കണ്ണീരോടെ പറയുന്നു. നിലവിൽ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നേതൃത്വത്തിൽ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ഇന്ത്യൻ തൊഴിലാളികളുടെ സുരക്ഷയെക്കുറിച്ച് ഈ സംഭവം വീണ്ടും വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ പരിശോധിച്ചാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2023-നും 2025-നും ഇടയിലുള്ള 3 വർഷത്തിനിടെ വിദേശ രാജ്യങ്ങളിലെ ജോലിസ്ഥലങ്ങളിൽ ഉണ്ടായ അപകടങ്ങളിൽ 800-ലധികം ഇന്ത്യൻ പൗരന്മാർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഇതിൽ 55% മരണങ്ങളും സംഭവിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. അതായത് ഈ കാലയളവിൽ പ്രതിവാരം ശരാശരി 3 ഇന്ത്യക്കാർ വീതം ഗൾഫിലെ ജോലിസ്ഥലങ്ങളിലെ അപകടങ്ങളിൽ മരിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിലാണ്. സൗദിയിൽ 182 പേർക്ക് ജീവൻ നഷ്ടമായപ്പോൾ തൊട്ടു പിന്നിൽ UAE ആണ്. UAE-യിൽ 128 പേരാണ് ജോലിസ്ഥലത്തെ അപകടങ്ങളിൽ മരിച്ചത്. സുരക്ഷാ മാനദണ്ഡങ്ങളിലെ വീഴ്ചയും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഇത്തരം അപകടങ്ങളും പ്രവാസി മലയാളികളുടെ ജീവിതത്തിൽ കരുനിഴൽ വീഴ്ത്തുന്നത് തുടരുകയാണ്. കഷ്ടപ്പാടുകൾ തീർക്കാൻ കടൽ കടന്നെത്തിയ ഒടുവിൽ മൃതശരീരമായി നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്ന പ്രവാസികളുടെ ദാരുണാവസ്ഥയ്ക്ക് ഉദാഹരണമായി ഷിജിൻ പോളിന്റെ വേർപാടും മാറിയിരിക്കുകയാണ്.